നിലമ്പൂരിൽ ഇനി തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാൻ മണിക്കൂറുകൾ മാത്രം. ഇപ്പോൾ സമയം 7:28. ഏകദേശം 13 മണിക്കൂറോടുകൂടി ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 13 മണിക്കൂറുകൾ മാത്രം നീണ്ട കാത്തിരിപ്പാണ്. UDF വലിയ ആത്മവിശ്വാസത്തിലാകുമ്പോൾ LDFിന്റെ പ്രതീക്ഷ 1638 വോട്ടാണ്. സ്മൃതി, ഏതായാലും ഓരോ നിമിഷവും നമുക്ക് ഭയങ്കര രസമുള്ള സമയമായിരിക്കും അല്ലേ? ഈ വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷം വളരെ വേഗം തീരുകയും ചെയ്യും. അതെ, എനിക്കൊന്നും ആ 10 മണിയോട് കൂടി കൃത്യം ട്രെൻഡ് അറിയാം. ആദ്യത്തെ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 3 റൗണ്ട് എണ്ണി തീരുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് അവസാനിക്കുന്നതോടുകൂടി PV അൻവർ ഒരു ഫാക്ടറാണ്. PV അൻവർ താരമാണോ PV അൻവർ ചാരമാണോ എന്നറിയാൻ ആദ്യത്തെ 3 റൗണ്ട് മതി അല്ലേ? PV അൻവർ അങ്ങനെ ചാരമൊന്നും ആവില്ല. PV അൻവർ വോട്ട് പിടിച്ചത് കൊണ്ടാണ് ജയിച്ചത് എന്ന് ആര്യാടൻ ഷൗക്കത്ത് അവകാശം, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ UDF ഒക്കെ അതിനുള്ളിലെ തന്നെ നേതാക്കളൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് നാളെ ഉണ്ടാകുന്നതെങ്കിലോ. LDFന്റെ വോട്ട് PV അൻവർ, അതായത് സ്പോയിലർ ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 15,000-ന് മുകളിൽ വോട്ട് താരമാണ്. പക്ഷെ 5000 വോട്ടിലേക്ക് ചുരുങ്ങിയാലോ PV അൻവർ ചാരമാണ്. അത് LDFന്റെ കണക്കല്ലേ? ആ കണക്കിലേക്കൊക്കെ അൻവർ എത്തുമോ? അങ്ങനെ ആ കണക്കിലേക്ക് കാര്യമില്ലല്ലോ. എന്തായാലും പെട്ടി തുറന്നാലല്ലേ അതിന് ഫലം വരുന്നുള്ളൂ. സാനിയോ ഉണ്ട്. സാനിയോ, അവസാന നിമിഷവും 1638 വോട്ട്. നോക്കൂ, ഇത്ര കൃത്യമായിട്ട് അവർ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും LDF ക്യാമ്പിൽ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരിപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ശരിയാണ്, ഇത്തവണ പല ഫാക്ടറും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടറിനെ മറികടക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടായത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവ് LDFന് ഇത്തവണ ഗുണകരമായി തീരുന്നു. അതുകൊണ്ടാണ് 1638 എന്ന് പറയുന്നത്. നോക്കൂ, അവർ ലീഡ് ചെയ്യുന്നത് എവിടേക്കാണ്? നിലമ്പൂരിൽ 1007 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. കരുളായിൽ 1367 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നു എന്ന് അവർ വിശ്വസിക്കുന്നത്. അമരമ്പലത്ത് 1244 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ അവർ ഇക്കുറി ലീഡ് ചെയ്യുന്ന എല്ലായിടങ്ങളിലും കഴിഞ്ഞ തവണ അതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്ത സ്ഥലങ്ങളാണ്. ഈ നിലമ്പൂരും അമരമ്പലത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പോളിംഗ് ശതമാനം കൂടിയ അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് നിലമ്പൂരും അമരമ്പലം. പിന്നെ കൂടിയിട്ടുള്ളത് ചുങ്കത്തറയും. അപ്പോൾ ചുങ്കത്തറയിൽ അവർ തന്നെ പറയുന്നു അത് UDFന് പോകാനാണ് സാധ്യത. 300 വോട്ട് UDF. അങ്ങനെ പറയാൻ പറ്റില്ല. ചുങ്കത്തറയിൽ അൻവർ പിടിച്ചതുമാകാം. അതെ, പിടിച്ചതുമാകാം. പക്ഷേ നിലമ്പൂർ UDFനാണ് ലീഡ്. പോത്തുകല്ലിലും കൂടിയിട്ടുണ്ട്. പോത്തുകല്ലിൽ 1.46 ഉണ്ട്. നിലമ്പൂരിൽ 1.86. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയ സ്ഥലം നിലമ്പൂർ നഗരസഭയാണ്. 1.86. അവിടെ LDF ഒരു പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളത്. അതാണ്. പോത്തുകല്ല് സ്വരാജിന്റെ പഞ്ചായത്ത് കൂടിയാണ്. അവിടെ UDF പറയുന്നത് എത്രയാണ്? 500 വോട്ടുകളുടെ ലീഡാണ്. UDF 500 വോട്ടിന്റെ ലീഡാണ്. പക്ഷേ LDF പറയുന്നത് നോക്കൂ, 1042 വോട്ടിന്റെ ലീഡാണ് പോത്തുകല്ല്. അതാണ് നിർണായകമാവുന്നത്. പക്ഷേ അവിടെ PV അൻവർ ഫാക്ടർ അവിടെ പരിഗണിച്ചിട്ടില്ല. PV അൻവർ വളരെ കുറച്ച് വോട്ടേ പോത്തുകല്ല് പിടിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കിപ്പം സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, അവസാന നിമിഷവും വലിയ ചങ്കിടിപ്പൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വളരെ ഉദ്യോഗത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് മാറുന്നുണ്ട് നിലമ്പൂർ. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ UDFന്റെ PV അൻവർ ഉണ്ടായിരുന്നെങ്കിൽ, VSJ ആയിരുന്നെങ്കിൽ ഇതേപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ ആ പിരിമുറുക്കം LDF ക്യാമ്പിലും ഉണ്ടോ സാനിയോ ഇപ്പോഴും അവസാന നിമിഷത്തിലും? അരുൺ, ഏറ്റവും അവസാന നിമിഷം നമുക്ക് പറയാനാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മോഹൻ ജോർജിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് LDF നേതാക്കന്മാരുമൊക്കെയായി സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്നുള്ളതാണ്. മോഹൻ ജോർജിന്റെ പ്രതികരണം ഒരു കൃത്യമായ സൂചന നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് LDFന്റെ ഒരു വിലയിരുത്തൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വോട്ടുകളിലൊക്കെ, നേരത്തെ സെക്രട്ടേറിയറ്റ് കൂടി കണക്കെടുത്ത വോട്ടുകളൊക്കെയും മാറാനുള്ള സാധ്യത ഉണ്ടായേക്കുമെന്ന് അനൗദ്യോഗികമായി ചില കോണുകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും എടുത്ത കണക്ക് അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ സാനിയോ? അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം കൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ? ഹിന്ദു വോട്ടുകൾ മുഴുവൻ സ്വരാജിന് പോയി എന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മോഹൻ ജോർജ് സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹം പറയുന്നതിനെയാണ് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുന്നതെന്നാണ്. പക്ഷേ ഇത് ഔദ്യോഗിക വിശദീകരണമല്ല എന്ന കാര്യം ഓർക്കണം. അപ്പോഴും ഈ ഒരു വിശദീകരണം വന്നിട്ടുണ്ടല്ലോ, അത് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചിലർ ചോദിക്കുന്നത്. അത് ഔദ്യോഗിക വിശദീകരണമേ അല്ല. നമ്മൾ ഔദ്യോഗിക പ്രതികരണത്തിനൊക്കെ തേടുന്ന ആളുകളെ, വിജയരാഘവൻ അടക്കം ചുമതലയുണ്ടായിരുന്ന ആളുകളെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക വിശദീകരണം അല്ലാത്ത തരത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. ഏതായാലും ഈ ഒരു കാര്യം വന്നതോടുകൂടി LDFന് കുറച്ചൊരു അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. LDF ക്യാമ്പിൽ അത് വ്യക്തമാണ്. പക്ഷേ അതേസമയം ഇങ്ങനൊരു പ്രശ്നം ഇല്ലായിരുന്നുവെങ്കിൽ കൃത്യമായി 1000-ൽ പരം 1000-ന്റെയും 2000-ന്റെയും ഇടയ്ക്ക് വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വിജയിച്ച് കയറുമായിരുന്നു എന്ന് തന്നെയുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് തന്നെയാണ് ഔദ്യോഗികമായ കണക്ക്. അപ്പോഴും അനൗദ്യോഗികമായി പറയുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ CPMന് നിർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ നിർത്തുന്നു. ആദ്യഘട്ടങ്ങളിലടക്കം നമ്മൾ കണ്ടു, ആദ്യം സ്വതന്ത്രരെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സ്വതന്ത്രരെ പരീക്ഷിച്ചില്ല. പിന്നീട് DYFI നേതാവിനെ പരീക്ഷിക്കുന്നത് പോലെ അങ്ങനെ ചർച്ചകൾ വന്നു, അതുണ്ടായില്ല. ഏറ്റവും അവസാനം സെക്രട്ടറി
സെക്രട്ടേറിയറ്റ് തന്നെ കൂടി സെക്രട്ടേറിയറ്റ് അംഗമായ ഒരാളെ തന്നെ നിർത്തിയത് ഇവിടെയുള്ള പരമാവധി വോട്ടുകൾ പിടിക്കുക. കാരണം ഇവിടെ PV അൻവർ ഉണ്ടാക്കിയ ഒരു വിള്ളലുണ്ട്. ആ വിള്ളലിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എം സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. കാരണം എം സ്വരാജിനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എല്ലാ വോട്ടുകളും കേന്ദ്രീകരിക്കപ്പെടേണ്ടതുണ്ട്. കൂടാതെ പാർട്ടി സംവിധാനം വളരെ കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയും. അത്തരം കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്നാൽ അതൊക്കെയും വർക്കായോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്വരാജ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കളുണ്ട് നിലമ്പൂരിൽ, ആരൊക്കെ തുടരുന്നുണ്ട്? നിലമ്പൂരിൽ വിജയരാഘവൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിലമ്പൂരല്ല, മലപ്പുറത്താണെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അത് നമുക്ക് ഉറപ്പായി കിട്ടിയിട്ടില്ല, കാരണം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഇപ്പോൾ CPM-ന്റെ LDF-ന്റെ മുതിർന്ന നേതാക്കൾ ആരും ഇല്ല എന്നുള്ളതാണ് സ്മൃതി.